സഹോദരങ്ങൾ, ഇങ്ങനെ ആവേണ്ടവനാണോ മുസ്ലിം? നിനക്കൊരു നിലവാരം വേണ്ടേ? നിനക്കൊരു നിലപാട് വേണ്ടേ? നീ ആവണ്ടേ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, മൻ തശബ്ബഹ ബിഖൗമിൻ ഫഹുവ മിൻഹും. ആരെങ്കിലും ഒരു ജനതയോട് സാദൃശ്യപ്പെട്ടാൽ അവൻ അവരിൽപ്പെട്ടു എന്നാണ്. എങ്ങനെയാണ് സഹോദരങ്ങൾ ഒരു മുസ്ലിമിന് ഷിർക്കിന്റെ, കുഫറിന്റെ, അവരുടെ വിശ്വാസങ്ങൾക്ക്, അവരുടെ ആചാരങ്ങൾക്ക് ആശംസ നേരാൻ ഒരു മുസ്ലിമിന് സാധിക്കുക? ഒരുത്തൻ കൊലപാതകം നടത്താൻ പോകുന്നു, നമ്മൾ ആശംസ പറയോ? നന്നായി കൊന്നിട്ട് വന്നു പറയോ? ഒരാൾ മദ്യപിക്കാൻ പോകുന്നു, പോയി ഉഷാറായി കുടിച്ചിട്ട് വാ എന്ന് ഒരു മുസ്ലിം, പോട്ടെ മാന്യനായ ഒരു മനുഷ്യൻ ആശംസ പറയുമോ? ഒരിക്കലുമില്ല, പാടില്ലാത്തത്. പിന്നെ എങ്ങനെയാണ് കുഫറിനും ശിർക്കിനും ആശംസ നേരാൻ അതിന് സഹകരിക്കാൻ ഒരു മുസ്ലിമിന് സാധിക്കുക? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ബുആന എന്ന സ്ഥലത്ത് വെച്ച് ഒരു ഒട്ടകത്തെ അറുക്കാൻ ഒരാൾ അനുവാദം ചോദിച്ചു. അള്ളാഹ്ക്ക് വേണ്ടിയാണ് അറക്കുന്നത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിക്കാണ്, അവിടെ മുൻപ് ആരാധിക്കപ്പെട്ടിരുന്ന വല്ല ബിംബങ്ങളും ഉണ്ടായിരുന്നോ? അദ്ദേഹം പറഞ്ഞു ഇല്ല. സല്ലല്ലാഹു അലൈഹി വസല്ലം വീണ്ടും ചോദിക്കുന്നു, ഫഹൽ കാന ഫീഹാ ഈദുൻ മിൻ അയാദിൽ മുശ്രിക്കീൻ, അവിടെ മുശ്രിക്കുകളുടെ വല്ല ആഘോഷവും മുൻപ് നടന്നിരുന്നോ? വർഷാവർഷം അവർ ഒത്തുചേരുന്ന, അല്ലെങ്കിൽ അവർ വല്ല പ്രത്യേക പരിപാടികൾ സംഘടിപ്പിക്കുന്ന വല്ലതും ആ സ്ഥലത്ത് നടന്നിരുന്നോ? അദ്ദേഹം പറഞ്ഞു ഇല്ല. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, ഔഫി ബിനദ്രിക്, എങ്കിൽ നീ നിന്റെ നേർച്ച വേടിക്കോളൂ. അള്ളാഹ്ക്ക് വേണ്ടി അറുക്കാൻ വന്ന ഒരു മനുഷ്യൻ ഒരു സ്ഥലത്ത് വെച്ച് അറുക്കട്ടെ എന്ന് ചോദിച്ചപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിക്കുകയാണ്, അവിടെ മുമ്പ് മുശ്രിക്കുകൾ ഇബാദത്ത് ചെയ്തിരുന്ന വല്ല ബിംബവും ഉണ്ടായിരുന്നോ? ഇദ്ദേഹം ബിംബത്തിനെ ആരാധിക്കാൻ പോകുന്ന ആളല്ല. അവിടെ മുശ്രിക്കുകളുടെ വല്ല ആഘോഷവും ഉണ്ടായിരുന്നോ? ഇദ്ദേഹം അതിൽ പങ്കുചേരാൻ പോകുന്ന ആളല്ല. പക്ഷെ മുസ്ലിമിന് അത് പാടില്ല. കാരണം ഇത് അള്ളാഹുവിന്റെ ദീനാണ്. അള്ളാഹുവിന്റെ ദീനിൽ ഏറ്റവും വലിയ തെറ്റായി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുള്ളത് റബ്ബിൽ പങ്കുചേർക്കലാണ്. അതിന്റെ ആഘോഷങ്ങളിൽ അതിനോട് സഹകരിക്കാനോ അതിനാശംസ നേരാനോ ഒരു മുസ്ലിമിന് പാടുള്ളതല്ല.